മലപ്പുറം കരിപ്പൂരിൽ യുവാവ് മരിച്ചത് സൂര്യാഘാതമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രാവിലെ കുഴഞ്ഞു വീണ സൈനുൽ ആബിദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. വർഷ ഗിരീഷ് ഉണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. വർഷ, അങ്ങനെ സൂര്യാഘാതമേറ്റ് വീണ്ടും ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? റസ്ന, രാവിലെയാണ് കരിപ്പൂർ പുളിയമ്പറമ്പ് സ്വദേശിയായ സൈനുൽ ആബിദ് കുഴഞ്ഞു വീണത്. 38 വയസ്സായിരുന്നു സൈനുൽ ആബിദിനുണ്ടായത്. കരിപ്പൂരിൽ നിന്നും യാത്രാ മധ്യേയാണ് യുവാവ് കുഴഞ്ഞു വീണത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്നാൽ ഇതിനിടെ തന്നെ ഈ സൈനുലിന് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടവും. ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് വന്നപ്പോൾ സൂര്യാഘാതമേറ്റാണ് മരണമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ തന്നെ ഈ കാര്യത്തിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. സൂര്യാഘാതമേറ്റതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ളതായിരുന്നു സംശയം. എന്നാൽ ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂര്യാഘാതമേറ്റാണ് മരണമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ കഠിനമായ ചൂടിനിടെ പല ആളുകളും കുഴഞ്ഞു വീണ് മരിക്കുന്ന വാർത്ത നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. സമാനമായ രീതിയിലുള്ള അവസ്ഥ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ. വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.